إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ഇബാദത്താണ് നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മളോട് പരിഗണിക്കണമെന്ന് പറഞ്ഞതും ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും ഭക്തിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു പ്രവർത്തനമായി മാറുന്നത്. നമ്മുടെ ഈമാനെയും അതുപോലെ തന്നെ നമസ്കാരത്തെയും ഒക്കെ ബന്ധപ്പെടുത്തിയ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസം ഈമാനുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു നമസ്കാരം എന്നതിന്റെ സൂചനകളാണ്. മാത്രമല്ല, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്ത് നമസ്കാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. വഅലമു അന്ന ഖൈറ അഅമാലികും അസ്സലാത്ത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കർമ്മമാണ് നമസ്കാരം എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അങ്ങനെ തന്നെ നമസ്കരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പല ആളുകളും പരാതി പറയും, ഞാൻ കുറെ നാളായി നമസ്കരിക്കുന്നു, പക്ഷെ എനിക്ക് ഭക്തി കിട്ടുന്നില്ല, ഏകാഗ്രത, ഒരു കോൺസെൻട്രേഷൻ അത് ലഭിക്കുന്നില്ല. നമസ്കരിക്കാൻ കൈകെട്ടിയാൽ പല ചിന്തകളും കടന്നു വരികയാണ്. എന്താണ് ഈ ഖുശൂ
കൊണ്ടുവരാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുമുണ്ട്. ചില നമസ്കാരം വലിയ റാഹത്തായിരിക്കും. നമുക്ക് സലാം കിട്ടിയാൽ തന്നെ നമുക്ക് തോന്നും ഇന്നത്തെ നമസ്കാരം ഭയങ്കര റാഹത്തായിരുന്നു എന്ന്. പക്ഷെ ചില നമസ്കാരം നമ്മൾ കഴിയുന്നത് പോലും അറിയില്ല, നടന്നതും അറിയില്ല. ജീവിതത്തിൽ അതൊരു സ്വാധീനമില്ലാതെ ഒരു ചടങ്ങായി കഴിഞ്ഞു പോയ പോലെ പലപ്പോഴും അനുഭവപ്പെടാറുമുണ്ട്. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകണം എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. നല്ല മുഅ്മിനീങ്ങളുടെ ലക്ഷണമായി എടുത്തു പറഞ്ഞപ്പോഴും പറഞ്ഞു അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ട്, ഭക്തിയുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. അള്ളാഹു തന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ ഒരു കർമ്മം നമ്മുടെ മനസ്സ് ഹൃദയം അറിഞ്ഞുകൊണ്ട് നിർവഹിക്കാനാവുമ്പോഴാണ് നമുക്ക് ഖുശൂ ഉണ്ടാവുക. ഖുർആൻ പറഞ്ഞല്ലോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടവർ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുണ്ട് എന്നാണ്, ഖുശൂ ഉണ്ട് എന്നതാണ് അവരെ വിജയികളാക്കിയതിന്റെ ഒരു കാരണമായി ഖുർആൻ എടുത്തു പറയുന്നത്. അപ്പൊ ഖുശൂ എങ്ങനെയാണ് നേടാൻ കഴിയുക? ശരീരത്തിലെ അവയവങ്ങളുടെ അടുക്കവും ഒതുക്കവും ഒക്കെ അതിനോട് പ്രധാനമാണ്. ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങളുടെ അടക്കവും ഒതുക്കവും ഒക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മനസ്സിന്റെ അടക്കവും ഒതുക്കവും. നമ്മുടെ മനസ്സിന്റെ ചിന്തകളുടെ, വിചാരങ്ങളുടെ, ആലോചനകളുടെ ഒക്കെ അടക്കവും ഒതുക്കവും ഒക്കെ ഈ ഭക്തിക്ക് വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നു എന്ന ബോധം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഹൃദയത്തിന്റെ ഖുശൂ എന്ന് പറയുന്നത്. മനസ്സിൽ അതുണ്ടാണ്, നമ്മൾ എവിടെ നിൽക്കണത്, എന്തിനാ നിൽക്കണത് എന്നൊരു വിചാരം കൃത്യമായി മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മുടെ നിയ്യത്തിന്റെ ഭാഗമാണത്. അതനുസരിച്ച് നമ്മുടെ ചലനങ്ങൾ, അവയവങ്ങളുടെ ചലനങ്ങൾ പാകപ്പെടുത്തലാണ് ശരീരങ്ങളുടെ ഖുശൂ. ഒന്ന് മനസ്സിന്റെ ഖുശൂ ആണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ഖുശൂ ആണ്. അപ്പൊ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ കഴിയും. അത്തരമുള്ള ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിൽ ഭക്തി കാണിക്കുന്ന ആളുകൾക്ക് നമസ്കാരത്തിലും ഭക്തി കാണിക്കാൻ കഴിയൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമസ്കരിക്കാൻ വരുന്നു, പള്ളിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഫർള് നിസ്കരിക്കുന്നു. ആ നമസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഭക്തി രൂപപ്പെട്ടോളന്നില്ല. അതിന് നമ്മുടെ മറ്റ് ജീവിത ഇടപാടുകളുണ്ടല്ലോ. നമ്മൾ നമസ്കരിക്കാത്ത മറ്റ് സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുമ്പോഴാണ്, നമ്മുടെ ഭക്തി നിലനിർത്തുമ്പോഴാണ് നിസ്കാരത്തിലും പ്രധാനപ്പെട്ട ഒരു ഭക്തിയോടുകൂടി നമുക്കത് നിർവഹിക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിന് പുറത്തുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ ഭക്തി കാണിക്കാൻ ശ്രമിക്കുക, ഭക്തരായി മാറുക. ഖുർആൻ പറഞ്ഞു വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വ ആർജിച്ച ആളുകളോടൊപ്പമാണ്. കാരണം അല്ലാഹുവിന്റെ കാവലും സഹായവും തുണയും ഒക്കെ ഉണ്ടാകുക ആർക്കാണ്? മുത്തഖീങ്ങൾക്കാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ആരിൽ നിന്നാണ് അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുക? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ നിലക്കും നമ്മളുടെ തഖ്വയുള്ളവരായി മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അത് ഉള്ള ആളുകൾക്ക് നമസ്കാരത്തിൽ ഭക്തരാകാൻ എളുപ്പമുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളുടെ നമസ്കാരത്തിൽ അയാളുടെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ അയാളുടെ ഈമാൻ ദുർബലപ്പെടുന്നു എന്നതിന്റെ തെളിവാണത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടാൽ നമ്മുടെ നമസ്കാരത്തിൽ ഭക്തി നഷ്ടപ്പെടും, നമസ്കാരത്തിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുമെന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നമസ്കാരത്തിലെ മുഴുവൻ കാര്യങ്ങളും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുക എന്നതാണ്. നമസ്കാരം ഭക്തിയുള്ളതാവാൻ എല്ലാം സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ എവിടെയാണ് കൈ ഉയർത്തേണ്ടത്, എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത്, എവിടെയാണ് നമ്മൾ കൈ കെട്ടേണ്ടത്, അത് എങ്ങനെയാണ് കെട്ടേണ്ടത്, എവിടെയാണ് നമസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളും അവസാനിപ്പിക്കേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം.
പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസുകൾ ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടും. ആരുടെയും മൊബൈലിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അതിന്റെ ഹദീസുകൾ കിട്ടും, അതിന്റെ ആശയങ്ങൾ കിട്ടും, മലയാളത്തിൽ കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടും. അതുപോലെ തന്നെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ കിട്ടും. ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാണ് പ്രവാചകൻ ചെയ്തത് എന്നത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ നമസ്കാരത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചു കാണിച്ചു തന്നത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്നത് പ്രവാചകന്റെ വലിയ വസിയത്താണ്, നമ്മളോടുള്ള വസിയത്താണ്. അപ്പൊ അങ്ങനെ ഒരു ചിട്ട നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമസ്കാരം കുറച്ചുകൂടി നന്നാക്കാൻ കഴിയുമെന്നതാണ്. എല്ലാ സുന്നത്തോടും ഒരു ഖുത്ബയിൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ, നമസ്കാരത്തെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കുക എന്നതാണ് അതിന് പരിഹാരം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഗൗരവമുള്ള ഒരു ഓഫീസിൽ പോയാൽ അവിടെ അതിന്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരാളുണ്ടാവും. അയാളോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക, അയാളോട് നമ്മളുടെ ആവശ്യമാണ് നമ്മൾ പറയണമെന്ന് വിചാരിക്കുക, നമ്മളുടെ ഒരു റെക്കമെൻഡിനാണ് പോയതെന്ന് വിചാരിക്കുക, നമ്മുടെ ഒരു കാര്യം സാധിക്കാനാണ് പോയതെന്ന് വിചാരിക്കുക. അയാളുടെ മുമ്പിൽ എത്ര താഴ്മയോടെ, എത്ര വിനയത്തോടെ, എത്ര അച്ചടക്കത്തോടെ, എത്ര അടക്കവും ഒതുക്കത്തോടെ ആയിരിക്കും ആ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക. നമ്മൾ പരസ്പരം ബന്ധപ്പെടുന്ന മനുഷ്യർക്കിടയിൽ പോലും നമ്മൾ ചില കാറ്റഗറിയിൽ എത്തുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാഹു അക്ബർ, അള്ളയാണ് എല്ലാത്തിലും വലുത് എന്ന് വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയൊക്കെ ചെയ്ത ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ എങ്ങനെയാകണം എന്നതിന് വേറെ ഇനിയൊരു ഉദാഹരണം വേണ്ടി വരില്ല. വലിയ ആദരവോടും ബഹുമാനത്തോടും അങ്ങനെ അടക്കത്തോടും ഒതുക്കത്തോടും അത് നിർവഹിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹിനെ കാണുന്നത് പോലെ, അള്ളാഹിന്റെ മുമ്പിലാണ് എന്നതുപോലെ ഇബാദത്ത് ചെയ്യുക. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമസ്കാരത്തിൽ നമ്മളൊരു ശ്രദ്ധ കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കുറച്ചും കൂടി അത് ഭക്തിയോടുകൂടി നിർവഹിക്കാൻ കഴിയുന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമസ്കാരം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണമാണെന്നാണ്, അള്ളാഹുവായിട്ടുള്ള ഒരു മുനാജാത്താണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധ തെറ്റാതിരിക്കാനുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം, ഫിക്സ് ചെയ്യണം. അള്ളാഹിറ്റാണ് സംസാരിക്കാൻ പോണത്, അള്ളാഹിറ്റുള്ള ഒരു ഇടപാടിനാണ് വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വവും അതിന്റെ ഫളലും അതിന്റെ ഖുദ്റത്തും എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് വേണം ആ രംഗത്ത് നിൽക്കാൻ. ഇന്ന അഹദക്കും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നിങ്ങൾ അള്ളാഹുവായിട്ടുള്ള ഒരു മുനാജാത്തിനാണ് നിൽക്കുന്നത്, സംഭാഷണത്തിനാണ് നിൽക്കുന്നത് എന്ന് നല്ല ബോധം വേണം. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, ഇന്ന റബ്ബഹു ബൈനഹു വ ബൈനൽ ഖിബ്ല, നിങ്ങൾ നമസ്കരിക്കുമ്പോ ഖിബ്ലക്ക് മുമ്പിലാണ്, ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കണേ, നിങ്ങളുടെ ഖിബ്ലക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹ് ഉണ്ട് ട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര ഗൗരവത്തിലായിരിക്കും ചെയ്യേണ്ടി വരിക, എത്ര മനസാന്നിധ്യത്തോടു കൂടിയായിരിക്കും ചെയ്യേണ്ടി വരിക. ആ നിലയ്ക്ക് നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ്. മറ്റും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക നമ്മുടെ നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ ജുമയ്ക്ക് വേണ്ടി വന്നവരാണ്. ഈ ജുമ നമസ്കാരത്തോടുകൂടി നമ്മുടെ ആയുസ് അവസാനിക്കുമെന്ന് നിലയ്ക്ക് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ എത്ര ശ്രദ്ധയോടുകൂടി എനിക്ക് നമസ്കരിക്കാം. ഇത് എന്റെ ദുനിയാവിലെ ഈ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ഒരു വിചാരം നമ്മൾ ഓരോ നമസ്കാരത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ്. എനിക്ക് ശേഷം ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടി നമസ്കരിക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അപ്പൊ അത്ര മനസ്സാന്നിധ്യത്തോടുകൂടി നമുക്ക് നമസ്കാരത്തെ സമീപിക്കാൻ കഴിയാന്നുള്ളതാണ്. ഇനി ഒരു കൂടിക്കാഴ്ചക്ക് അല്ലാഹ് എനിക്ക് ആയുസ് തന്നില്ലെങ്കിലോ, ഇനി അടുത്ത ഒരു വക്തിന് എന്റെ ആയുസ് നീട്ടിക്കിട്ടിയില്ലെങ്കിലോ എന്നൊരു വിചാരത്തോടെ, അങ്ങനെ ഒരു വികാരത്തോടെ വളരെ ആത്മാർത്ഥയോടുകൂടി നമുക്ക് നമസ്കാരത്തെ സമീപിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതിനൊരു മനസാന്നിധ്യം കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ചിന്തകളൊക്കെ ഇറക്കി വെച്ചിട്ട് വേണം നമസ്കാരത്തിന് വരാൻ. അതുകൊണ്ടാണ് മൂത്രമൊഴിക്കാൻ ഒരാൾക്കുണ്ട്, അതിന്റെ ആ ശങ്ക വെച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് വരരുത്. ഒരാൾ ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അതിന്റെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്, അയാൾക്ക് ഒരു മലമൂത്ര വിസർജനം നടത്തണം, അയാൾ അക്കോലത്തിൽ നമസ്കാരത്തിന് വരേണ്ടതില്ല എന്നുള്ളതാണ്.
അങ്ങനെ പോലും നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തിനെ അസ്വസ്ഥമാക്കുന്ന ഒന്നുമായിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. നമസ്കാരത്തിൽ നിന്ന് മനസ്സ് ശാന്തമാകണം, എല്ലാ അസ്വസ്ഥതകൾക്കും ഒരു സ്വസ്ഥത കിട്ടുന്ന തരത്തിലേക്ക് മാറണം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ വുളു ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അടക്കൊതുക്കും വേണം. നമസ്കാരത്തിന് വരുന്നു, വുളു ചെയ്യുന്നു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സും ശരീരവും ടോട്ടലി ഫ്രീ ആകണം. എന്നിട്ട് നമ്മൾ ഫർദിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ തയ്യാറെടുക്കുക. അങ്ങനെ കഴിയുമോ എന്ന് നമ്മൾ പരിശീലിക്കുക എന്നാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിനെ ഓർക്കാനുള്ള കാര്യങ്ങളാണ് ഫുള്ള്, അല്ലെ? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നു, നമ്മൾ പിന്നെ വജ്ജഹത്ത് ചൊല്ലുന്നു, അല്ലാഹുമ്മ ബഅദ് ബൈനി എന്ന പ്രാർത്ഥന ചൊല്ലുന്നു, ഫാത്തിഹ ചൊല്ലുന്നു, സൂറത്ത് ചൊല്ലുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, തസ്ബീഹുകൾ ചൊല്ലുന്നു, പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ഇതൊക്കെ അള്ളാഹനെ ഓർക്കാനുള്ള ഇടങ്ങളാണ്. ആയത്തുകൾ ഓതുമ്പോൾ നമുക്ക് അതിന്റെ ആശയം അറിയെങ്കിൽ അല്ലെ നമുക്ക് കുറച്ചുകൂടി മനസ്സാന്നിധ്യം കിട്ടും. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ എന്താണ് ചൊല്ലണതെന്ന് പഠിച്ചാൽ നമുക്ക് കുറച്ചും കൂടി സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മനസാന്നിധ്യം കിട്ടും. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മനസാന്നിധ്യം കിട്ടും. ആ നിലക്ക് അതിന്റെ ആശയങ്ങൾ, പ്രാർത്ഥനകളൊക്കെ നമ്മൾ അറിഞ്ഞ് ചെയ്യാന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പഠിക്കുക. നമ്മൾ അതിന്റെ ആ ഓർഡർ അനുസരിച്ച് പഠിക്കും. സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കണം, ഗിയർ അപ്പം മാറ്റണം, ഗിയർ മാറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ ശ്രദ്ധ എവിടെയാണ്, മനസ്സിന്റെ, കണ്ണിന്റെ ഏകാഗ്രത എവിടെയാകണം, റോട്ടിൽ എങ്ങനെ ശ്രദ്ധിക്കണം, റൈറ്റ് മിററിൽ എങ്ങനെ നോക്കണം, ഈ നടുവിൽ എങ്ങനെ നോക്കണം. ഈ ആദ്യമായി പഠിക്കുമ്പോൾ എത്ര ശ്രദ്ധയിൽ നമ്മൾ അല്ലെ ആ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കാം. നമ്മൾ അറിയും എങ്ങനെയാണ് ഡ്രൈവിംഗ് ചെയ്യണത്. വാഹന റോട്ടിലൂടെ എങ്ങനെ പോണത് നമ്മളിങ്ങനെ കാണും, മനസ്സിലാക്കും, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കൊല്ലം നമ്മളാണ് ഡ്രൈവ് ചെയ്ത് ശീലിച്ചാലോ പിന്നെ ഈ ഡ്രൈവിംഗിന്റെ ഇടയിൽ ഈ ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുക, ഒരു യാത്ര തുടങ്ങി യാത്ര അവസാനിപ്പിക്കുമ്പോഴേക്ക് നമ്മൾ ഒരുപാട് കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെ? ഡ്രൈവിംഗ് അങ്ങനെ നടക്കണമുണ്ടാവും. നമ്മൾ എവിടെയാണ് ചവിട്ടണത്, എവിടെ വണ്ടി നിൽക്കണത്, എവിടെ ബ്രേക്ക് ചവിട്ടണത് ഒന്നും നമ്മൾ അറിയില്ല. അങ്ങനെ യാന്ത്രികമായി നമ്മുടെ ഡ്രൈവിംഗ് തീർന്നു പോയിട്ടുണ്ടാവും. ശീലങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ മനസാന്നിധ്യം നഷ്ടപ്പെടും. പലപ്പോഴും ആളുകൾ അങ്ങനെയാണ്, പലതും ആലോചിച്ചു കൂട്ടുന്നതിന്റെ ഇടയിൽ ആക്സിഡന്റുകൾ സംഭവിക്കും. അപ്പോഴാണ് ഡ്രൈവിംഗിലാണ് എന്ന് ഓർമ്മ ഉണ്ടാകുക. നമ്മുടെ നമസ്കാരം പലപ്പോഴും അങ്ങനെ ആയി പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ശീലിച്ചല്ലോ, കുറെ കാലം ഈ പരിപാടി തുടങ്ങിയിട്ട് കയ്യാട് കെട്ടും, സലാം വെട്ടി കഴിഞ്ഞോടുകൂടി നിസ്കാരം കഴിഞ്ഞ് നമ്മളങ്ങനെ നീറ്റ് പോകും. എന്തിനാ വന്ന്, എന്താ ഉണ്ടായത്, അള്ളാഹ് എന്തൊക്കെ ഇപ്പൊ സംസാരിച്ച്, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് എനിക്ക് എന്റെ റബ്ബ് തിരിച്ചു തന്നിട്ടുണ്ടാകും എന്നൊക്കെ നമ്മൾ മറന്നുപോകും. അങ്ങനെ ചെയ്യേണ്ട ഒരു കർമ്മല്ല യഥാർത്ഥത്തിൽ നമസ്കാരം. അപ്പൊ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, നമുക്കൊക്കെ ഇങ്ങനെ സംഭവിക്കും, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുമെന്നതാണ്. അഖ്മിസ് സ്വലാത്ത ലിദിക്രി, അഖ്മിസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം. എന്തിനാണത്? എന്നെ ഓർക്കാനാണ്, അള്ളാഹനെ ഓർക്കാനാണ്. ആ ഓർമ്മ നടക്കണില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഫായിദ ഉണ്ടാവില്ല. പിന്നെ അള്ളാഹ് പറഞ്ഞു വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് മനസ്സിന് സ്വസ്ഥത വേണോ, നിങ്ങളുടെ മനസ്സ് ശാന്തമാകണോ, അസ്വസ്ഥതകൾക്ക് പരിഹാരം വേണോ, അള്ളാഹനെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം ഈ രൂപത്തിലൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഖുർആൻ പറഞ്ഞു വഅഖിമിസ് സ്വലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന്, അതുപോലെ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമസ്കാരം നമ്മളെ തടയുമെന്നാണ്. അപ്പൊ ഒരാൾ സുബഹി നമസ്കരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ളുഹറിനിടയിൽ വരുന്ന തിന്മകളിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയണം. അയാളുടെ കണ്ണൊരു തിന്മയിലേക്ക് പോകില്ല, അയാളുടെ നാവ് കൊണ്ടൊരു തിന്മ വരില്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ തിന്മകൾ വരുന്നത് ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ്? അയാളുടെ നമസ്കാരത്തിന്റെ ആ ഭക്തി അയാൾക്ക് അതിനിടയിൽ നിലനിർത്താൻ കഴിയുന്നതാണ്. ളുഹർ കഴിഞ്ഞ അസറിനിടയിൽ അയാൾക്ക് ഒരു തോന്നിവാസം ചെയ്യാൻ കഴിയില്ല, ഒരു തോന്നിവാസം പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ അയാൾ പോകില്ല, വേണ്ടാത്തരങ്ങളിൽ അയാൾ പോകില്ല. കാരണം അയാളുടെ നമസ്കാരം അയാളെ സ്വാധീനിച്ചിട്ടുണ്ട്. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ,
അയാളുടെ നമസ്കാരത്തിന്റെ ഭക്തി നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ നമുക്കുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലപ്പെടുന്നു, നമ്മുടെ തിന്മകൾ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ശരിയാക്കിയെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു മനസ്സാന്നിധ്യം കൊണ്ടുവരാൻ നമ്മുടെ ഓതുന്ന കാര്യങ്ങൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഈ ചൊല്ലുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അറിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി നമുക്കിതിൽ മനസ്സാന്നിധ്യം കൊണ്ടുവരാൻ കഴിയുന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തിയുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പള്ളിയിലാവുമ്പോൾ അത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ വീടുകളിൽ നിന്നൊക്കെ നമസ്കരിക്കുന്ന സന്ദർഭം ഉണ്ടാവും. വൃത്തി വളരെ പ്രധാനമാണ്. നല്ല വേഷമായിരിക്കണം ധരിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കല്യാണത്തിനും വിരുന്നൊക്കെ പോകുമ്പോൾ നല്ല വേഷം ധരിക്കും. അള്ളാനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ വേഷം എന്ത് കോലായിരിക്കും, എങ്ങനെയായിരിക്കും? അള്ളാനെ കാണാൻ പോവാണ്, അള്ളായിട്ട് സംസാരിക്കാൻ പോവാണ്, അള്ളാഹിനോടുള്ള ഒരു മുനാജാത്തിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ അത്രയും വൃത്തിയിലും സുഗന്ധം പൂശിയും നല്ല കുളിച്ച് ശുദ്ധിയായും ഒക്കെയാണ് നമസ്കാരത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. ആ നിലക്ക് നമ്മൾ ഒന്നൊരുങ്ങുക. വീട്ടിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ രാത്രി ഉടുക്കണതും രാവിലെ ഉടുക്കണതും ഒക്കെ അതിട്ട് തന്നെ നിസ്കരിക്കുമ്പോൾ ഒരു മാറ്റം ഫീൽ ചെയ്യില്ല. അതിനുവേണ്ടി ഒരു തുണി കുപ്പായൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരുങ്ങി ഒതെടുത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സാന്നിധ്യം ഉണ്ടാവും. നമസ്കാര സ്ഥലത്തിന് മുമ്പിൽ ശ്രദ്ധ തെറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമസ്കരിക്കുന്ന സ്ഥലം, അത് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ നമ്മുടെ കണ്ണിന്റെ കാഴ്ചകൾക്ക് മറ്റ് അലോസരമൊന്നും ഉണ്ടാക്കാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തെരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങുക എന്നുള്ളതാണ്. യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ നമസ്കാരത്തിന് പോകുമ്പോ അലങ്കാരത്തോടുകൂടി എന്ന് പറഞ്ഞാൽ വൃത്തിയും വെടിപ്പോടും കൂടി പോവുക എന്ന് ഖുർആൻ പ്രത്യേകമായി നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മുടെ നമസ്കാരത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമസ്കാരത്തിന്റെ സ്വീകാര്യത നമ്മൾ ഉറപ്പുവരുത്തുക. പരലോകത്ത് വിചാരണ നടക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് നമ്മുടെ ഫർദ് നമസ്കാരമാണ്. ഈ ഫർദിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. നമസ്കാരം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഉള്ള നമസ്കാരം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമസ്കരിക്കുക. പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോലുള്ള ഒരു മനസാന്നിധ്യം ചിലപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് നിസ്കരിച്ചാൽ കിട്ടൂല. അതുകൊണ്ടാണ് പുരുഷന്മാരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾക്ക് നിസ്കാരം പള്ളിയിലുള്ളൂ, ഫർദ് നിസ്കാരം പള്ളിയിലും സുന്നത്ത് നിസ്കാരം വീട്ടിലും എന്നാണ്. അത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ ചില അസൗകര്യങ്ങളൊക്കെ നമുക്ക് വരും. അതിന് ഉഴുതിറ്, പ്രചോദന ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് പോവാൻ പറ്റാത്തത് എന്നൊരു ഉഴുതിറ് അള്ളാന്റെ അടുക്കൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരമൊക്കെ കൂടുതൽ ഭക്തിയോടും കൂടുതൽ ഏകാഗ്രതയോടും ഒക്കെ നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിർവഹിക്കാനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ നമസ്കാരം കൂടുതൽ ശ്രദ്ധിക്കുകയും അല്ലാഹുവിൽ കൂടുതൽ തഖ്വയുള്ളവരായി മാറുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ തന്നെ അത് നമ്മൾ വളരെ മനസാന്നിധ്യത്തോടു കൂടിയാണ് നിർവഹിക്കുന്നത് എങ്കിൽ ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ 17 തവണ നമ്മളൊരു ദിവസത്തിൽ ചൊല്ലുന്നുണ്ട്. ആ ചൊല്ലുമ്പോൾ തന്നെ അല്ലാഹു തആലയായിട്ടുള്ള മുനാജാത്ത്, ആ സംഭാഷണം കൃത്യമാണെങ്കിൽ, നമ്മുടെ ശ്രദ്ധയോടുകൂടിയാണെങ്കിലും ഖുശൂവോടുകൂടിയാണെങ്കിൽ അല്ലാഹു തആല അതിന് മറുപടി നൽകുന്നതാണ്. ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എന്റെ റബ്ബ് എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എന്റെ മഹത്വം എന്റെ അടിമ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ അല്ലാഹു തആല അതിനിങ്ങനെ മറുപടി നൽകുന്ന, കാരണം അത് ആ സംഭാഷണം ക്ലിയർ ആയി എന്നുള്ളതാണ്. നമ്മളൊരു ഫോൺ ഒരാളെ വിളിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ള ആളത് ലൈന് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ അയാൾക്ക് കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെ പറയുണ്ടാവും, പക്ഷെ അത് അവിടെ എത്തിയില്ലെങ്കിൽ അതിന് ഫലമില്ല. അള്ളായിട്ടുള്ള ഈ സംഭാഷണം കൃത്യമാകുക എന്നുള്ളതാണ്, അത് വളരെ പ്രധാനമാണ്.
അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അവസാനം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നൊരു പ്രാർത്ഥന പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആ മുനാജാത്ത് ക്ലിയർ ആണെങ്കിൽ അല്ലാഹ് പറയും, എന്റെ അടിമ എന്തൊക്കെ ചോദിച്ചിരിക്കുന്നു അല്ലെ, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു, അതവന് ലഭ്യമാക്കിയിരിക്കുന്നു, അതല്ലാഹ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല മറുപടി പറയുന്നുള്ളതാണ്. അപ്പൊ എത്ര കാലമായി നമ്മൾ ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹ് സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്കാകണം നമ്മുടെ നമസ്കാരവും അതിന്റെ വരവും പോക്കും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ സുജൂദിന്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുക, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, മറ്റൊച്ചപ്പാട് ബഹളങ്ങളിൽ ശ്രദ്ധ പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത വേണം. നമസ്കാരത്തിൽ സുജൂദ് അല്ലെങ്കിൽ നമ്മൾ വിരൽ ചൂണ്ടുന്ന ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അതുപോലെ അടക്കമൊതുക്കവും വളരെ പ്രധാനമാണ്. ധൃതി കൂട്ടി നിസ്കരിക്കരുതെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി വന്നിട്ട് വളരെ പെട്ടെന്ന് നിസ്കരിച്ചു, തിരക്കൂട്ടി നിസ്കരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, റജ്അ ഫസല്ലി, നീ മടങ്ങുക, വീണ്ടും മടങ്ങുക, മടക്കി നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല എന്ന് ആ സഹോദരനോട് പറയാണ്, മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ധൃതി കൂട്ടി നിസ്കരിക്കേണ്ടതില്ല. ഒരു തുമഅനീനത്ത്, ഒരു ശാന്തത, ഒരു അടുക്കമൊതുക്കും. നമ്മൾ കൈകെട്ടി അത് റുക്കൂയിൽ പോയി സുജൂദിൽ അതിന്റെ ഇടക്ക് ഒക്കെ ഒരു അവധാനത നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശീലിക്കുക എന്നതാണ്. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന് ഖുർആൻ പറയണ്ടേ. നിങ്ങൾ ശാന്തരായി സ്വസ്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിന് വേണ്ടി നിൽക്കുക. അനാവശ്യമായ ഒരു ചൊറിച്ചില്, മാന്തല്, ഡ്രസ്സ് നന്നാക്കല്, മുടി നന്നാക്കല്, ഇങ്ങനെ കുറെ അസ്വസ്ഥതകൾ നമ്മൾ നമസ്കരിക്കാൻ നിന്നാണ്ടാവും. നമസ്കാരത്തിലായിരിക്കും, പക്ഷെ ഇപ്പണിയൊക്കെ നടക്കണ്ടാവും. അതല്ല, നമസ്കാരത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയിൽ നിൽക്കുക എന്നതാണ്. അതുപോലെ തന്നെ മനസ്സ് അസ്വസ്ഥമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു, അത് കണ്ടാൽ മനസ്സ് അസ്വസ്ഥമാവും. അതോടുകൂടി നിസ്കരിക്കാൻ വന്നാലോ ആ കാഴ്ചകൾ മനസ്സിലേക്ക് കടന്നു വരും, അസ്വസ്ഥതകൾ കടന്നു വരും. മറ്റുള്ള ആസ്വാദനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ. ചില ആൾക്കാർ വലിയ ബഡായി തമാശകളൊക്കെ പറഞ്ഞൊരു നേരെ നിസ്കാരത്തിൽ കണ്ട് കയറും. അപ്പൊ അതിന്റെ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ പള്ളിയിലേക്ക് വന്നാൽ പിന്നെ എന്തിനാ പള്ളിയിലേക്ക് വരുന്നത്? ആ വരവിൽ തന്നെ അയാളുടെ ആ കാലടിപ്പാടുകളിൽ അള്ളാഹ് നമ്മുടെ പാപം പൊറുക്കുന്നാണല്ലോ. വരുമ്പം തന്നെ നീയത്ത്, ആ നടന്നു വരുമ്പം തന്നെ ആ ശാന്തത, വന്ന് ഒന്നുകൊടുത്ത് ആ സുന്നത്ത് സ്കരിച്ച് പള്ളിയിൽ അത് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടാവും. ആ നിലക്ക് നമ്മൾ നമസ്കാരത്തെ എന്ത് ചെയ്യണം, സമീപിക്കണം. അങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നേരത്തെ പള്ളിയിലെത്തുക, എത്തിയാൽ സൊഫ് അനുസരിച്ച് സൊഫ് ശരിയാക്കി നിൽക്കുക, നിസ്കാരം തുടങ്ങിയാൽ ഓടി വരാതിരിക്കുക, ഇമാമ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇമാമിനെ മുൻകടക്കാതിരിക്കുക. ഇമാമ് ചിലപ്പോൾ നമുക്ക് അറിയണ സൂറത്തൊക്കെ ഓതണം. അപ്പൊ ഇമാമ് ഓതി തീർന്നതിന് മുന്നേ ഓതി തീർക്കുക, എന്നിട്ട് കൈയൊക്കെ താത്തി ഫ്രീ ആയിട്ട് നിൽക്കുക, എന്നിട്ട് നേരെ റുക്കൂക്കൊക്കെ പോവുക. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു കഴിവ് തെളിയിക്കേണ്ട സന്ദർഭമല്ലത്. യഥാർത്ഥത്തിൽ ഇമാം എന്താണോ ഇമാമിനെ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. അപ്പൊ അതിനെ ഫോളോ ചെയ്ത് നമ്മൾ അതിനെങ്ങനെ കൊണ്ടുവരിക, ആമീൻ എന്നത് ഇമാമിനോടൊപ്പം പറയാം. അങ്ങനെ ഈ നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം വരാണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മുടെ നമസ്കാരത്തെയൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്താം. നമ്മളൊക്കെ ബിസിയുള്ള ആൾക്കാരാണ്, പല സ്വയലുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ നിസ്കാരം അത് സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മൾക്ക് നമ്മുടെ വിചാരണകൾ വളരെ കടുത്തതായി പോകും. അതിനെ നമ്മൾ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കാണിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പോരായ്മകൾ പരിഹരിച്ച് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ തഖ്വയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഈമാൻ, ഒരു മനസ്സിന്റെ തഖ്വ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു
കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഇണകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഉമറാക്കൾ, ഉലമാക്കൾ, അള്ളാഹുവെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ജയിലിൽ അടക്കപ്പെടുന്നവർ, അതുപോലെ തന്നെ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങൾ, കലാപകലുഷിതമായ സ്ഥലങ്ങൾ, പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ക്ഷമയും ധൈര്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിലെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. റഫയിലും ഗസയിലുമൊക്കെ കണ്ണുനീർ തുള്ളികൾ തോരാതിരിക്കുന്ന സന്ദർഭങ്ങളാണ്. അള്ളാഹുവെ, ഗസയിലെ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സ്ഥൈര്യവും ധൈര്യവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അന്തിമ വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും പരീക്ഷകളിലും ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ അർഹം ലനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർസുഖ് ലനാ യാ ഖൈറർ റാസിഖീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.